പെണ്ണുങ്ങളെ, സഹോദരിമാരെ, ആധുനിക യുഗത്തിലെ യുവാവ് അടുത്ത യുവതി അടുത്ത യുവതിയെ കുറിച്ചുള്ള ഖുർആനിൽ പരിചയപ്പെടുത്തല്ലേ? واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا മഹദിയായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഗ്രാമത്തിൽ നിന്ന്, തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇതാ ഒരു കിഴക്കൻ മേഖലയിൽ താമസിക്കുകയാണ്. ഒറ്റപ്പെട്ട് താമസിക്കുകയാണ്. അവൾ ഒരു പെണ്ണായതിന്റെ പേരിൽ, അവൾ ഒരു യുവതിയായതിന്റെ പേരിൽ അവൾ സംരക്ഷണ വലയം തീർക്കുകയാ. ആരും അവളെ ആക്രമിക്കാതിരിക്കാൻ, അവളെ ആരും വേദനിപ്പിക്കാതിരിക്കാൻ, അവളെ ആരും ശല്യം ചെയ്യാതിരിക്കാൻ അവളൊരു മറ തന്നെ സ്ഥാപിക്കുകയാ. ആ മറയ്ക്കുള്ളിൽ മഹദിയായ മറിയം അലൈഹിസ്സലാം ഒറ്റയ്ക്കിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ യുവതിയായ പെണ്ണിലേക്ക് അല്ലാഹു തആല അയക്കുകയാ. ഫതമസ്സല ലഹാ ബശറൻ സവിയാ. ഒരു ചെറുപ്പക്കാരനായ യുവാവിനെ പോലെ, ഒരു യുവകോമളനെ പോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മഹദിയായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് ഇതാ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരൻ വന്ന് നിൽക്കുമ്പോ ഈ മഹദിയായ പെണ്ണ് കാണുകയാണ്. ബഹുമാനപ്പെട്ട മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പെട്ടെന്ന് ദുആ ചെയ്യുകയാണ്. ഇന്നി അഊദു ബിർറഹ്മാൻ മിൻക ഇൻ കുന്ത തഖിയാ. എന്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാ. ചെറുപ്പക്കാരാ, യുവാവേ, എന്നിൽ നിന്ന് വിട്ടുപോകണമേ, എന്നിൽ നിന്ന് നീ മടങ്ങി പോകണമേ. നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ ഞാൻ എന്റെ റബ്ബിനോട് നിന്നിൽ നിന്ന് ഞാൻ കാവൽ തേടുകയാണ്. ഒരു ചെറുപ്പക്കാരൻ അടുത്ത് വന്നു. മഹദിയായ മറിയം അലൈഹിസ്സലാം ഒറ്റയ്ക്ക് താമസിച്ചപ്പോ അടുത്ത് വന്നപ്പോ മഹദിയ പെണ്ണ് പറഞ്ഞെന്താ, വണ്ടി വിട്ടോ, എല്ലായിടത്തും നിൽക്കരുത്, ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. ഒറ്റയ്ക്ക് നമ്മൾ താമസിക്കുകയാണെങ്കിൽ എവിടെ സ്ഥലം, എന്താ പേര്, വാട്സാപ്പ് നമ്പർ ഉണ്ടോ, ഫേസ്ബുക്ക് ഉണ്ടോ, അക്കൗണ്ട് നമ്പർ എത്ര നമ്മൾ ചോദിക്കുന്നതാണ്. ഒറ്റയ്ക്ക് ഒരു പെണ്ണ് നിന്നപ്പോ കണ്ടോ, ഒരു ചെറുപ്പക്കാരനായിട്ട് അള്ളാഹു ജിബ്രീലിനെ അയച്ചു. ജിബ്രീലായിട്ട് അടുത്ത് വന്നപ്പോ മെല്ലെ അടുത്തടുത്ത് കൂടിയപ്പോ പെണ്ണ് ഓടാണ്. ഏയ് എനിക്കൊന്ന് തക്കിയ, നീ അള്ളാഹെ സൂക്ഷിക്കുന്ന, വണ്ടി വിട്ടു പോ, എന്റെ അടുക്കൽ നിക്കല്ലേ, പോ. ഓടിച്ചുവിടാൻ നമ്മുടെ പെണ്ണുങ്ങൾ തയ്യാറുണ്ടോ? നമ്മൾ തയ്യാറാകും. ഓടിച്ചു വിട്ടാത്ത 2-3 പ്രാവശ്യം ഓടിച്ചുവിടുള്ളൂ. പിന്നെ ശല്യം കാരണമായിട്ട് പിന്നെ അവസാനം 2-3 പ്രാവശ്യം ഒക്കെ ബഹളം വയ്ക്കും. പിന്നെ വീണ്ടും ഇവൻ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ശല്യം. നിനക്കിപ്പോ എന്താ ആവശ്യമുള്ളത്? എനിക്ക് നമ്പർ മതി. നമ്പരൊന്നുമില്ല, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഉറപ്പായിട്ട് കിട്ടും. നമ്പരൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ആ നമ്പർ ഉറപ്പായിട്ട്. അതാണ് പെണ്ണുങ്ങൾ പറഞ്ഞ പാവം, കഷ്ടം. ഒടിഞ്ഞ ഒരു സാധനത്തിന് വളച്ചുണ്ടാക്കിയ സാധനമാണ്. ഈ വളഞ്ഞയല്ല, ഏത് സമയത്തും ഇവിടെ വളച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോട് പറഞ്ഞത്, ഇയ്യാക വൽ ഖൽവത ബിന്നിസാ. ഒരു പെണ്ണിനോട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കരുത്, ഒരു പെണ്ണുമായി ഒറ്റയ്ക്ക് നിങ്ങൾ സഹകരിക്കരുത്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി. ഈ മുഹമ്മദിന്റെ ആത്മാവ് ഏത് റബ്ബിന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്ത് പറയട്ടെ. ഇല്ലാ വതാലിദുഹുമ ശൈത്താൻ. മൂന്നാമനായി അവിടെ പിശാചെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, വലാ തസ്കുനൂഹുന്ന ഇലൽ ഗുറഫ്. പെണ്ണിനെ വീടിന്റെ മുകളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുത്. വലാ തുഅല്ലിമൂഹുന്ന അൽ കിതാബ. ആവശ്യമില്ലാത്ത വിദ്യാഭ്യാസം നിങ്ങൾ പെണ്ണിന് പഠിപ്പിച്ചു കൊടുക്കരുത്. വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ ഈ സ്ത്രീകൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമേ. ഈ സ്ത്രീകൾക്ക് നിങ്ങൾ തൊഴിൽ പഠിപ്പിക്കണമേ. അതേത് തൊഴിലാണ്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, നിങ്ങൾ നെയ്ത്ത് പഠിപ്പിക്കണേ, തയ്യൽ പരിശീലിപ്പിക്കണമേ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരുപാട് ദീർഘവീക്ഷണങ്ങളുണ്ട്. സ്ത്രീകളോട്
തയ്ക്കാൻ പഠിപ്പിച്ചു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അവരെ വീടിന്റെ മുകളിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതെന്ന് പഠിപ്പിച്ചു. താഴെ വാപ്പായും ഉമ്മായും ഒക്കെ കിടന്നുറങ്ങും. പെണ്ണ് മാടിയിൽ വീടിന്റെ മുകളിൽ മട്ടുപ്പാവൽ ഒറ്റയ്ക്ക് താമസിക്കും. അവൾ എന്തൊക്കെയാ സംഭവിക്കുന്നത്, ആരും ഒറ്റയ്ക്കാ ചാറ്റ് ചെയ്യുന്നത് ആരും അറിയുന്നില്ലല്ലോ. പുറത്തിരിക്കുന്ന ഏണി ചിലപ്പോൾ ധൃതി പിടിച്ചിട്ട് ഇവ ഇറങ്ങി പോകുമ്പോൾ എടുക്കാൻ മറന്നു പോകും. അപ്പോഴായിരിക്കും വാപ്പ പോകുമ്പോൾ സുബഹിക്ക് പോകുമ്പോൾ ഏണി ഇരിക്കുന്നില്ല. ഇന്നലെ വയറിങ്ങന്മാരൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എന്താ ഏണി ഇവിടെ വരാൻ കാരണം? മറ്റേ ഇറങ്ങിപ്പോയപ്പോ എടുക്കാൻ മറന്നുപോയി, പെട്ടെന്ന് ധൃതി പിടിച്ച് ഓടിപ്പോയതാ സംഭവം. ചിന്തിക്കണം. പരിസരത്ത്, വീടിന്റെ പരിസരത്തേക്കുന്ന ചെറിയ കമുങ്ങ് പ്ലാവൊക്കെ മുറിച്ചു കളഞ്ഞാല് അതിനകത്തൂടെ സാധനം കയറാൻ സാധ്യതയുണ്ട്. വൈറസ് കയറും. അത് വൈറസ് കയറും. വീടിന്റെ പരിസരമൊക്കെ സൂക്ഷിച്ചോ. മുകളിൽ താമസിക്കുന്നത് എവിടെ താമസിക്കുന്നറിയാം, എവിടെ താമസിക്കാന്നറിയാം. ഈ അടുത്ത സമയത്ത് അങ്ങോട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നു. എപ്പോഴും ഒരു വീടിന്റെ ഫ്രണ്ടിൽ പോയിരുന്ന മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. ഏത് സമയത്തും ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു പെണ്ണ് മുകളിൽ നിന്നോട് താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇവനെ നോക്കി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അവസാനം ഈ പെണ്ണ് പോയി പറഞ്ഞു, എനിക്ക് അവനെ മതി, കല്യാണം ആലോചിച്ച് തരാൻ പറഞ്ഞു. അവസാനം പോയി കല്യാണം ആലോചിച്ചു. അവൻ പറഞ്ഞു, നീ എപ്പോഴും ഇവിടെ കാണാൻ വേണ്ടി ഇവിടെ വരുന്നല്ലോ. നോക്കിക്കല്ല, ഞാനല്ല, ഇവിടെ വൈഫൈ ഉണ്ട് ഫ്രീ ആയിട്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ ഈ പെണ്ണിനെ കാണാൻ വന്നതല്ല. വൈഫൈ ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ വൈഫിനെയും ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണ് എന്റെ അർത്ഥം. അതാണ് വൈഫൈ എന്ന് പറഞ്ഞാല് വൈഫൈ, അതല്ല എന്റെ അർത്ഥം. സംഭവം നമ്മള് വൈഫിനെ കെട്ടിയിട്ടിട്ട് ദുബായിൽ പോയിട്ട് വൈഫൈ ആയിട്ട് ചാറ്റ് ചെയ്തോണ്ടേയിരിക്കും സംഭവം. ഇവിടെ ആളുകൾ ഈ വൈഫുമായിട്ട് ചാറ്റ് ചെയ്തോണ്ടേയിരിക്കും സംഭവം. അതറിയുന്നില്ല സംഭവം. അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതെന്ന് പറഞ്ഞത് പെണ്ണിനെ. എന്തിനു നമ്മുടെ പെണ്ണുങ്ങൾക്ക് നമ്മൾ വാട്സപ്പ് എടുത്തു കൊടുക്കണം? നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, പക്ഷെ നന്മ തിന്മയിലേക്ക് മാറിപ്പോകും. അതാണ് അതിന്റെ അർത്ഥം. എന്നാലും ഭർത്താക്കന്മാരുമായിട്ട് നമുക്കൊന്ന് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഭർത്താക്കന്മാരുമായിട്ട് അത് തുലവും തുച്ഛം കുറഞ്ഞ സമയത്ത് ഈ പഴഞ്ഞ സാധനമായിട്ട് ഇനി അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാറ്റ് ചെയ്തിട്ട് ഇട്ടാൽ നല്ല പുതിയ സ്വയംഭം സാധനങ്ങൾ ഇരിക്കുമ്പോൾ ഇതുമായിട്ട് എന്തിനാ നമ്മൾ ചാറ്റ് ചെയ്യാൻ പോകുന്നു? ചിന്ത മാറിപ്പോകും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമല്ലോ, പക്ഷെ നല്ല കാര്യങ്ങൾക്കല്ലല്ലോ ഇത് ഉപയോഗിക്കുന്നത്. മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കല്ലേ. അങ്ങനെയാണല്ലോ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ സംഭവിച്ചു പോകുന്നത്. അതങ്ങനെയാണല്ലോ ഈ മൂന്ന് മക്കളുള്ള തള്ളയൊക്കെ ഇറങ്ങി ഒളിച്ചോടി പോകുന്നത്. 3 മക്കളുടെ തള്ള സ്നേഹം കിട്ടുന്നില്ല ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടാത്തതിന്റെ പേരിലാണ്. ഭാര്യമാരെ സ്നേഹിക്കണം, അവളെ ഫോൺ വിളിക്കണം, അവളുമായിട്ട് ചാറ്റ് ചെയ്യണം, അവളോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയണം, അവൾക്ക് നമ്മളോട് പറയാനുള്ളത് നമ്മൾ കേൾക്കണം. ഇതിനൊന്നും നമുക്ക് സമയമില്ല. പിന്നെ അവൾ എന്ത് ചെയ്യും? ഞാനിത് ആരോട് പറയും? കുറെ അരിയും വാങ്ങിച്ചോണ്ട് വരും, കുറെ മീനും വാങ്ങിച്ചോണ്ട് വരും, കുറെ പച്ചക്കറിയും വാങ്ങിച്ചോണ്ട് വരും. കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇതിനകത്ത് എനിക്ക് എന്താ അർത്ഥം? ഇതൊന്നും അല്ല സ്നേഹം. കൊടുക്കേണ്ട സ്നേഹം ഭർത്താവ് കൊടുക്കാത്തത് കൊണ്ടാണ് ഭാര്യയുടെ സ്നേഹം മറ്റുള്ളവൻ അടർത്തിയെടുക്കുന്നത്. അവൻ താൽക്കാലിക സ്നേഹമാണ്. അവനെങ്ങനെ വിളിക്കുമ്പോ അവനിങ്ങനെ നല്ല കൊഞ്ചലൊക്കെ പറഞ്ഞ് നല്ല റൊമാൻറ്റിക് ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് വലിപ്പിക്കുമ്പോ ഇവളിങ്ങനെ അങ്ങ് അറശിൽ നിൽക്കും. ഓ മാഷാ അല്ലാഹ്, നിന്നെ കിട്ടിയാ മതിയായിരുന്നു എനിക്ക്. ഓ എന്തോ ചെയ്യാനാ, എന്റെ ഭർത്താവ് ഒരു മഹിമത, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഒന്നുമില്ല മമ്മൂഞ്ഞി, ഒരു ഗുണവുമില്ല. ഇനി അടുത്ത ജന്മത്തിൽ നമുക്ക് ഒന്നിക്കാം. ഒരു വാക്കാ, ഏത് ജന്മം നിനക്ക്? അടുത്ത ജന്മോടെ ഇനി നിന്നെ ചെറുതാക്കി വീണ്ടും ഉമ്മാന്റെ ഗർഭാശയം തിരിച്ചു കയറ്റിട്ട് വീണ്ടും ഒന്നും പ്രസവിപ്പിക്കാൻ പോകുന്നു ഉമ്മയെ കൊണ്ട്. എല്ലാവരും അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം. അടുത്ത ജന്മത്തിൽ ഊർലിംഗങ്ങളും കെട്ടി അവിടെ സൂചിക്കുമ്പോ നിന്നെ ആർക്ക് വേണം അവിടെ? അടുത്ത ജന്മത്തിൽ അവിടെ രീതി അതാണ്. ഊർലിംഗങ്ങളുമായിട്ടുള്ള സഹവാസമാണ്. എല്ലാവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയത് ഏറ്റവും നല്ല സ്ഥലം അത് സ്വർഗത്തിലാണ്. അതിനു വേണ്ടിയിട്ട് നല്ല നിലയിൽ പരിശ്രമിച്ചാൽ അള്ളാഹു അവിടെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നമ്മൾ ഭാര്യ ഭർത്താവിനെ നല്ല നില സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഈ സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് ചാറ്റിങ്. അതേപോലെ ഈ പെൺകുട്ടികൾ, നമ്മുടെ മക്കൾ, പെൺമക്കൾ, ഉപ്പ ഉമ്മ നല്ല സ്നേഹിക്കണം. നമ്മുടെ മക്കൾക്ക് സ്നേഹം കിട്ടുന്നില്ല. ഏത് ചെറിയ വിഷയം എടുത്താലും വാപ്പ ഉമ്മകരെ കടിച്ചു പിടിച്ച് ചാടി എന്ന് നിൽക്കും. മക്കളോട് ദേഷ്യപ്പെട്ടെന്ന് നിൽക്കും. എന്ത് കാര്യം പറഞ്ഞാലും എടുത്തങ്ങ് ചാടുക, ഒന്നും പറയാൻ പറ്റൂല. അത് പാടില്ല മക്കളെ, മാതാപിതാക്കളെ, അത് പാടില്ല. നമ്മളെ മക്കള് പെൺമക്കളൊക്കെ ആകുമ്പോൾ അവർക്ക് ഇച്ചിരി അലസതയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളൊന്ന് നിന്ന് കൊടുക്കണം. അവൾക്ക് സ്നേഹം കൊടുക്കണം, അവൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കണം. ഇതൊക്കെ ആവുമ്പോൾ അവൾക്ക് എന്റെ ഉപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്റെ സ്നേഹം മറ്റെങ്ങും പോകുന്നില്ല എന്നൊരു ചിന്ത അവൾക്ക് ഉണ്ടാകും. അതില്ലാതെ പോകുന്നതാണ് നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കാരണമായി തീരുന്നത്. അതുണ്ടാകാൻ പാടില്ല. അതിന്റെ വാപ്പ സ്നേഹിക്കണം, ഉമ്മ സ്നേഹിക്കണം. ഇത് തൊട്ടതിനും പിടിച്ചു നോക്കുന്ന ഭീഷണിയും അടിയും ഇടിയും അവളെ തെറിവറയിലും ചീത്ത വിളിക്കലും നിനക്ക് വരും പ്രശ്നങ്ങളുണ്ടാവും. എന്റെ വാപ്പാടെ ഭാഗത്ത് എനിക്ക് സ്നേഹമില്ല, അപ്പൊ എന്നെ സ്നേഹിക്കാൻ ഒരു കാമുകനായിട്ട് വന്നു, അത് അള്ളാഹു കൊണ്ട് തന്നു. കോളേജിൽ പഠിച്ചപ്പോ അവനുമായിട്ട് ഞാൻ വലിയ പ്രണയത്തിലാണ്. അങ്ങനെയാണ് പോകുന്നത് സ്നേഹം. സ്പ്ലിറ്റ് ആയി പോകും. ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. മാതാപിതാക്കൾ സ്നേഹിക്കണം.
അതൊക്കെ സ്നേഹിക്കണം. സക്കരിയ നബി യഹ്യ നബിയെ സ്നേഹിച്ചില്ലേ? ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ സ്നേഹിച്ചില്ലേ? മറിയം ബീവി ഈസാ നബിയെ സ്നേഹിച്ചില്ലേ? എത്ര വലിയ ഉദാഹരണങ്ങളാണ് ഖുർആൻ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് മറിയം ബീവിയെ കുറിച്ച്. എത്ര നല്ല പെണ്ണായിരുന്നു, എത്ര സൂക്ഷ്മശാലിയായിരുന്നു, എത്ര സൂക്ഷ്മശാലിയായിരുന്നു. ഇതുപോലെയായിരിക്കണം ഞാനും നിങ്ങളും. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ പുരുഷന്മാർ, നമ്മുടെ യുവാക്കൾ ഇതേപോലെ ആയിരിക്കണം. ഖുർആൻ ഇതൊരു മാതൃകയാണ്. ഖുർആൻ ഇതൊരു മാതൃകയാണ്. ഇവർക്കാണ് നാളെ ആഖിറത്തിൽ സ്ഥാനമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചില്ലേ? മറിയം ബീവി പറഞ്ഞു, അയ്യോ എനിക്ക് പേടി വരുന്നു, ഒരു ചെറുപ്പക്കാരൻ എന്റെ അരികിൽ വന്ന് നിൽക്കുന്നു. ഉടനെ പറഞ്ഞു, പെട്ടെന്ന് അവൾ പേടിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് യഹ്യ ബഹുമാനപ്പെട്ട ജിബ്രീൽ പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നിലേക്ക് വന്ന ഒരു ദൂതനാണ്, അള്ളാഹു എന്നെ അയച്ചു നിനക്കൊരു കുട്ടിയെ കൊണ്ടുള്ള ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ. അങ്ങനെ പറഞ്ഞപ്പോ വിഷയം അവിടെ പോസ്റ്റായി. ഇല്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നം നടക്കുമായിരുന്നു. മറിയം ബീവി അലൈഹിസ്സലാം ഒരു ചെറുപ്പക്കാരെ ഖുർആൻ പരിചയപ്പെടുത്തി. അന്ന് ആധുനിക യുഗത്തിലെ യുവതികളുടെ അവസ്ഥ എന്താ? ആധുനിക യുഗത്തിലെ യുവതികളുടെ അവസ്ഥ എന്താ? പറയുകയാണെങ്കിൽ ധാരാളം ഉണ്ട്, ഇതൊന്നും പറഞ്ഞാൽ തീരൂല. എന്റെ പൊന്നു സഹോദരിമാരെ, ഒന്നാമത് ഈ മൊബൈല്, രണ്ടാമത് ഈ കല്യാണ ചടങ്ങുകൾക്കൊക്കെ പോയിട്ട് ഈ പെണ്ണുങ്ങൾ ലൈനടിക്കാൻ നിൽക്കുന്ന നെപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കല്യാണം വീട്ടിൽ പോകുന്നതിന് മനസ്സ് വരില്ല, ദ്വാരക്കാനൊന്നും ഒരു മനസ്സേ വരില്ല. പോകുന്ന പോക്കണ്ട ഒരു ആധുനിക വേഷങ്ങളും ഒരു വല്ലാത്ത ഡ്രസ്സുകളൊക്കെ ധരിച്ചുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ പോകുന്ന പോക്ക്, അത് നമുക്ക് തന്നെയാണ് നാശം. അത് മനസ്സിലായിക്കോ, നമുക്ക് തന്നെയാണ് നാശം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എവിടെ നിന്നാണ് ഈ ഫാഷൻ വന്നത്? എവിടെ നിന്നാണ് ഈ ആധുനിക സംവിധാനങ്ങൾ വന്നത്? ആ ഔറത്ത് മറച്ച് നടക്കാൻ പരിശുദ്ധ ഇസ്ലാം നമ്മളെ പ്രേരിപ്പിച്ചിട്ടില്ലേ? അത് കളഞ്ഞു കുളിക്കല്ല എന്റെ പൊന്നു സഹോദരിമാരെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ലാ തഖൂമുസ് ഹത്താ യാഖുദ ഉമ്മത്തി ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ലോകം അസ്തമിക്കുകയേ ഇല്ല, ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല. പാശ്ചാത്യന്മാരുടെ ജീവിത ശൈലികൾ എന്റെ സമുദായം കിടപിടിക്കുന്ന കാലഘട്ടം വരാതെ ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാൺ, അവരുടെ വസ്ത്രത്തിലാകട്ടെ, അവരുടെ വേഷഭൂഷാദകളിലാകട്ടെ, അവരുടെ ആഹാരങ്ങളിലാകട്ടെ, അവരുടെ കല്യാണങ്ങളിലാകട്ടെ, അവരുടെ വിരുന്ന സൽക്കാരങ്ങളിലാകട്ടെ, പാശ്ചാത്യ ലോബികളെ പിൻപറ്റാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല. എത്ര മനോഹരമായ നിക്കാഹ് നടന്നിരുന്ന സദസ്സുകളിൽ ഇന്ന് പെൺകുട്ടികളെ പരസ്യമായി രംഗത്തിറക്കി പാട്ടും ഗാനമേളയും ഒപ്പനകളും നൃത്തം ചവിട്ടലുമല്ലേ? എന്റെ പൊന്നുപങ്ങളെ, ആരാണ് ഈ സംസ്കാരം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? ഇന്ന് ക്രൈസ്തവർ അവരുടെ കൂദാശയ്ക്ക് അച്ഛന്മാരെ ആനയിച്ചു കൊണ്ടുപോകുന്നത് പോലെ, മൃതശരീരങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ 4 തൂണിനകത്ത് ഒരു വലിയ ഒരു സാരി കെട്ടിയിട്ട് അതിലൂടെ പുതുമണവാട്ടിയെ ആനയിക്കുകയാണ് അച്ഛന്മാര് കൊണ്ടുപോകുന്നത്. അത് കബറടക്കാനാണ്. എന്റെ പൊന്നുപങ്ങളെ, നിന്നെ ഇതേപോലെ ആനയിക്കണോ? ഇത് കബറിലേക്ക് പോകുന്ന കാര്യമാണ്. അഹങ്കരിക്കല്ലേ പൊന്നുമോളെ. നാളെ 6 അടി മണ്ണിലേക്ക് പോയി കിടക്കേണ്ടവരാണ്. ഇത് പാശ്ചാത്യ ലോബികളുടെ ശൈലിയാ, ഇസ്ലാമിക സംസ്കാരമല്ല, ഇസ്ലാമിക നിക്കാഹല്ല, ഇസ്ലാമിക ശൈലിയല്ല. അതുകൊണ്ട് ആ ശൈലിയെ പരിശുദ്ധ ഇസ്ലാം വെറുക്കുകയാണ്. കല്യാണ സദസ്സുകളില്, വിരുന്ന് സൽക്കാരങ്ങളില് ഇരുന്ന് കഴിക്കണമെന്ന് പഠിപ്പിച്ച സംസ്കാരം അത് ഇസ്ലാമിക സംസ്കാരമാണെങ്കിൽ, ആ സംസ്കാരം കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നിന്നുകൊണ്ട് തിന്നുന്ന ബുഫേ സംസ്കാരം പാശ്ചാത്യന്റെ സംസ്കാരമല്ലേ? നടന്നുകൊണ്ട് തിന്നുക, നിന്നുകൊണ്ട് തിന്നുക, നടന്നുകൊണ്ട് കുടിക്കുക, നിന്നുകൊണ്ട് കഴിക്കുക. ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവർ തീർച്ച പിശാചിന്റെ അനുയായികളാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ ഇടത് കൈകൊണ്ട് കഴിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, ഇടത് കൈകൊണ്ട് കഴിക്കല്ലേ സഹോദരാ, വഖുൽ ബിയമീനിക, നിന്റെ വലത് കൈകൊണ്ട് നീ കഴിക്കണേ. ഉടനെ ആ സഹോദരൻ പറഞ്ഞു, ലാ അസ്തതിഉ, എനിക്ക് സാധ്യമല്ല. അത് അഹങ്കാരത്തിന്റെ കിബറിന്റെ വാക്കായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് മിണ്ടാതിരുന്നു. സഹാബത്ത് പറയുകയാ, മരിക്കുന്നത് വരെ അവന്റെ കൈ പിന്നീട് വായിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല.
ഇടത് കൈ കൊണ്ട് കഴിച്ചോണ്ടിരുന്നത്. കഴിക്കല്ലേ എന്ന് പറഞ്ഞു. അള്ളാഹ് റസൂലിന്റെ വാക്കനുസരിച്ചില്ല. അഹങ്കാരി ആരുടെ അഹങ്കാരി? അള്ളാഹുന്റെ റസൂലിനെ ധിക്കരിച്ചു. മരിക്കുന്നവരാണ് കൈ പൊക്കാൻ പിന്നെ കഴിഞ്ഞിട്ടില്ല. കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഇടത് കൈ പൊങ്ങിയിട്ടേ ഇല്ല. അതാണ് കറാമത്ത്. വലിയ കറാമത്താണിത്. ബാങ്കനെ കളിയാക്കിയുള്ള കറാമത്ത് കേൾക്കണോ? ബാങ്കനെ കളിയാക്കിയുള്ള കറാമത്ത് ഒരു കറാമത്തിന് അതീത് പറഞ്ഞാലും കേട്ടോളി. മദീനയിൽ ഒരു നസ്രാനിയായ വ്യക്തി ഉണ്ടായിരുന്നു. ഇദാ സമിഅൽ മുനാദിയ യുനാദി, ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ ബാങ്ക് വിളിച്ചാൽ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ മധുരമായ ബാങ്കിന്റെ മൊഴി കേട്ടാൽ ഈ ജൂതൻ നസ്രാനി പറയുമായിരുന്നു അത്രേ, അഹറകല്ലാഹു അൽ കാദിബാ, ഈ കളവ് പറയുന്നവനെ അല്ലാഹു കരിച്ചു കളയട്ടെ. ഈ നസ്രാനിയത് ആവർത്തിച്ചു പറഞ്ഞപ്പോ ഒരിക്കൽ ഫദഖല ബൈതഹു ഖാദിമുഹു വബിബിനാർ, ഒരിക്കൽ കുറെ തീ കഷണങ്ങളുമായി അദ്ദേഹത്തിന്റെ ആ നസ്രാനിയുടെ പ്രത്യന്നവന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഫസഖതത ശറാറത്തുൻ, അവന്റെ കയ്യിൽ നിന്ന് തീ പോലെ താഴേക്ക് വീഴുകയാണ്. വഹുവ ഖായിമുൻ വാഹിലുഹു നിയാം, അവൻ ആ വീടിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയായിരുന്നു. അവന്റെ കുടുംബക്കാർ ഉറങ്ങുകയായിരുന്നു. ഈ ഭൃത്യന്റെ കയ്യിൽ നിന്ന് തീ താഴേക്ക് വീഴുകയും ഫഹതറഖതൽ ബൈതു, ആ വീട് കത്തിയമരുകയാ. വഹതറഖഹു വവാഹിലുഹു, ആരെ കുറിച്ചാണോ കത്തിച്ചാമ്പലായി പോകട്ടെ എന്ന് പറഞ്ഞവൻ അവന്റെ വീടും കുടുംബവും നിസ്സാര സമയം കൊണ്ട് ചാമ്പലാവുകയായി. ബാങ്കിനെ കളിയാക്കി നിസ്സാര സമയം കൊണ്ട് കത്തിച്ചാമ്പലായി പോയി. ഇന്ന് നടന്ന സംഭവമല്ല, നസ്രാനികളുടെ കാലഘട്ടത്തിൽ അന്ന് നടന്ന സംഭവമാണ്. ജൂതന്മാർ കളിയാക്കി ബാങ്കിനെ. അതേപോലെ ഇടത് കൈ കൊണ്ട് കഴിച്ചാൽ സൂക്ഷിച്ചോ, കൈ പൊങ്ങൂല, പിന്നെ സൂക്ഷിച്ചോണം, കൂടുതൽ കളിക്കാൻ നിൽക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടത് കൈ ഉപയോഗിച്ചിരുന്നത് ശൗച്യം ചെയ്യാനാണ്. തിന്നാനും കുടിക്കാനും വലത് കൈയാണ്. ഇതാണ് നമുക്ക് തന്നത് വലത് കൈയാണ്. ആരെങ്കിലും നിങ്ങൾക്ക് രാവിലെ പൈസ ഇടത് കൈ കൊണ്ട് തന്നാൽ വലത് കണ്ടല്ല, ഇടത് കൈ കൊണ്ട് തരില്ല. ഞാൻ ആരാണ് അത്രയും മോശക്കാരനാ, വലത് കണ്ടോന്ന് പറയൂലേ. അപ്പൊ അതാണ് വലത്. വലതിനെ മുന്തിക്കണം. അതിന് വിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചതാണ്. കുട്ടികളെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ മാതാപിതാക്കളെ നിങ്ങൾ ആ കുട്ടികളെ പ്രേരിപ്പിക്കണം. ഇടത് കൈ കൊണ്ട് ബിസ്ക്കറ്റിന് സമൂസത്തിന് വളതിന് തിന്നാ എങ്ങനെങ്കിലും അവന്റെ തൊള്ളയിലോട്ടൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതി. ഇടത് കൈ കൊണ്ടോ നക്കി തിന്നുകയോ തോണ്ടി തിന്നുകയോ എങ്ങനെയെങ്കിലും തിന്നു കിട്ടിയാൽ മതി എന്താ പറയാ. ചുമ്മാ അല്ല ഇടത് കൈ കൊണ്ട് തിന്നിട്ട് പിന്നീട് പിൽക്കാലത്തിൽ ഭാവിയിൽ മാതാപിതാക്കളുടെ വാക്ക് കേൾക്കാത്ത മക്കളായി മാറുന്നത് ഇടത് കൈ കൊണ്ട് തിന്നതിന്റെ പേരില്ല. ഇടത് കൈ കൊണ്ട് തിന്നാൻ പ്രേരിപ്പിക്കരുത്, വലത് കൈ കൊണ്ട് തിന്നാൻ പഠിപ്പിക്കും. മക്കളെ നിബിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു മക്കൾക്ക് സംസ്കാരം. നീ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി കഴിക്കേ, എന്റെ വലത് കൈ കൊണ്ട് കഴിക്കേ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. മാതാപിതാക്കൾ പഠിപ്പിക്കണം. ഇന്ന് അവിടെ വലത് കൈയിൽ റിമോട്ട് ഇരിക്കല്ലേ, പിന്നെ അങ്ങനെ വലത് കൈ കൊണ്ട് തിന്നാൻ പഠിപ്പിക്കുക. വലത് കൈയിൽ റിമോട്ട് ഇരിക്കുകയാണ്, പഠിപ്പിച്ചോട്. എന്റെ മാതാപിതാക്കളെ, നിങ്ങൾ ദുആ ചെയ്യുന്നത് പോലെയായിരിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് അനുകൂലമാവുക. നിങ്ങൾ ദുആ ചെയ്യുന്നത് പോലെയായിരിക്കും, ഇല്ലെങ്കിൽ അഹങ്കാരികൾ തെമ്മാടികളുമായിരിക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം എന്ന സമുദായത്തിന്റെ മേൽ സംജാതമാകും. ലാ യുത്തബഉ ഫീഹിൽ ആലിമു, അന്ന് ഉലമാക്കൾ പറയുന്നത് അവർ സ്വീകരിക്കുകയില്ല. വലാ യുസ്തഹിയാ ഫീഹി മിനൽ ഹലീം, കാരണവർമാരെ ബഹുമാനിക്കാത്ത കാലഘട്ടമായിരിക്കും. മാതാപിതാക്കളെ ബഹുമാനിച്ചിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു, അതെല്ലാം തകർന്നു പോകും. സഹോദരാ, ചെറുപ്പക്കാരെ, യുവാക്കളെ, നിന്റെ വാപ്പാടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നീ നടന്നു പോകുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വലാ യുസ്തഹിയാ മിനൽ ഹലീം, മുതിർന്നവരെ ബഹുമാനിക്കുകയില്ല, കാരണവന്മാരെ ആദരിക്കുകയില്ല, വൃദ്ധന്മാരെ ആദരിക്കുകയില്ല. വലാ യുവഖറൂനൽ കബീറ വലാ യർഹമൂന സഗീറ, കുഞ്ഞു മക്കളോട് ദയ കാണിക്കുകയില്ല, മുതിർന്നവരെ ബഹുമാനിക്കുകയില്ല. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ ഓർക്കണേ, യകൂനുൽ മതലു ഖൈലാ വൽ വലദു ഖൈലാ വതഫീദുൽ ലിആമു ഫൈലാ വതഗീദുൽ കിറാമു ഖൈലാ. മഴ കൊണ്ട് നിങ്ങൾക്ക് ഗുണമില്ലാതെയാകും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മഴ അല്ലാഹു
അള്ളാഹു പിടിച്ചു വെക്കും, നിങ്ങളെ ചൂട് കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. ഓൾസോൺ കൺട്രി എന്നറിയപ്പെടുന്ന ഈ കേരളത്തിന്റെ അവസ്ഥകൾ തന്നെ മാറിപ്പോയില്ല സഹോദര. എത്ര വലിയ മഴ പെയ്താലും ഭയങ്കരമായ ചൂട് കൊണ്ട് മാർക്കറ്റിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ, കേരളം ഏറ്റവും വലിയ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെട്ടിരുന്നതാണെങ്കിൽ ഏറ്റവും വലിയ ചുടുകാടായി മാറുകയല്ലേ? അതിന്റെ കാരണം എന്താണ്? യകൂനുൽ വലദു ഗൈറാ, നിന്റെ മക്കള് പിഴച്ചു പോയതാണ് കാരണം. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളാ, മാതാപിതാക്കളെ ശുശ്രൂഷിക്കാത്ത മക്കളാ, മാതാപിതാക്കളെ ഏതെങ്കിലും ആശ്രിതാലയങ്ങളിലോ ആതുരാലയങ്ങളിലോ ഗാന്ധി ഭവനിലോ വൃദ്ധസദനങ്ങളിലോ കൊണ്ട് തള്ളിയിട്ട് ഗേൾ ഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയും തന്റെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുന്ന കാലഘട്ടം വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യകൂനുൽ മതറു ഖൈലാ, അല്ലാഹു വെള്ളം പിടിച്ചു വെക്കും, അല്ലാഹു മലിനജലം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, അല്ലാഹു നാടിനെ ആപത്ത് കൊണ്ട് പരീക്ഷിക്കും അത്രേ. യകൂനുൽ വലദു ഖൈലാ, അത് അഹങ്കാരികളും തെമ്മാടികളുമായ മക്കളായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അന്ന് കൂട്ടത്തോടെ തെമ്മാടികൾ അധികരിക്കും അത്രേ. മാന്യന്മാരും സദ്ഗുണസമ്പന്നരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുകൊണ്ടേയിരിക്കും അത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു ദിവസം ഇറങ്ങി വരികയാ. അഖബല ഇലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാമ ഖതീബാ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വന്ന് ഒരു ഉഗ്ര പ്രഭാഷണം നടത്തുകയാണ്. യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ, ഏ മുഹാജിരീങ്ങളെ അൻസാരികളെ, ഖംസുൻ, 5 കാര്യം, ഇദ ബതുലിതും ബിഹിന്ന അഊദു ബില്ലാഹി അൻ തുദിരികുഹുന്ന, 5 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ. ആ 5 കാര്യങ്ങൾ നിങ്ങൾ സംഭവിച്ചു പോയാൽ നിങ്ങൾ അത്യാഹിതത്തിലേക്ക് വീണു പോകും സഹാബ. അതിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മക്ക മുഹാജിരീങ്ങളെയും അൻസാരികളെയും വിളിച്ചുകൊണ്ട് ഇതാ പറയുകയാണ്, പ്രഭാഷണം നടത്തുകയാ. ലം തൽഹരിൽ ഫാഹിഷ ഫീ ഖൗമിൻ ഖത് ഹത്താ ഉലനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിം الطاعون والأوجاع التي لم تكن مضت في أسلافهم الذين مضوا أو كما قال رسول الله. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് നൽകുന്ന പ്രഭാഷണം 21-ാം നൂറ്റാണ്ടിലെ യുവാക്കളെ, നിങ്ങൾക്ക് പാഠമാണ്. കളിക്കാരന്മാരുടെ ചുവടുകളെ പിൻപറ്റുകയാണ്, ഒളിമ്പിക്കുകളുടെ ചുവടുകളെ പിൻപറ്റുകയാണ്, സിനിമാ സീരിയൽ താരങ്ങളെ പിൻപറ്റുകയാ. അവരുടെ വസ്ത്രം പോലെ നിങ്ങളുടെ വസ്ത്രമാക്കുകയാണ്, അവർ മുടി വെട്ടുന്നത് പോലെ നിങ്ങളുടെ മുടികളെ മാറ്റുകയാണ്, അവർ കഴിക്കുന്നത് പോലെ അവരുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങളെ പോലെ നിങ്ങളും അതേപോലെ ഒരുക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഈ ഹദീസ് നിങ്ങളൊന്ന് കേൾക്കണേ. ലം തൽഹരിൽ ഫാഹിഷ ഫീ ഖൗമിൻ ഖത്ത് ഹത്താ ഉഇനു ബിഹാ, ഏതൊരു സമുദായത്തിൽ അഹങ്കാരങ്ങളും അധർമ്മങ്ങളും അക്രമങ്ങളും കൊടികുത്തി വാഴുന്നുവോ ഇല്ലാ ഉഇനു ബിഹാ, അത് വ്യാപിച്ച് അത് പടർന്ന് പന്തലിച്ച് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് തെമ്മാടിത്തരവും അശ്ലീലങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വ്യാപിക്കുന്നുവോ ഇല്ലാ ഫശാ ഫീഹിം الطاعون والأوجاع, മാരകമായ രോഗങ്ങളും മാരകമായ വേദനകളും അല്ലത്തി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിം അല്ലദീന മലൂ, മുൻകാലഘട്ടങ്ങളിൽ കേൾവി പോലും ഇല്ലാത്ത മാരകമായ രോഗങ്ങളെ ആ നാട്ടിലിറക്കി അല്ലാഹു പരീക്ഷിക്കാതിരിക്കുകയില്ല. ഓർക്കണേ ചെറുപ്പക്കാരാ, കേരളത്തിന്റെ ചരിത്രമാണ്. എത്ര ചെറുപ്പക്കാരാണ് RCCയിൽ കിടക്കുന്നത്.
പറയുന്നത് 24, 25, 18, 16, 13 വയസ്സുള്ള ഇളം താരങ്ങളാണ്. കേരളത്തിന്റെ ആരോഗ്യപരമായ കണക്ക് പ്രകാരം 250ഓളം യുവാക്കളാണ് ദിനംതോറും ഈ മാരകമായ ക്യാൻസറിന് അടിമകളാകുന്നത്. മാരകമായ വേദന കൊണ്ട് സഹിക്കവയ്യാതെ, ജോയിന്റ് പെയിൻ കൊണ്ട് സഹിക്കവയ്യാതെ ഓരോരോ രോഗങ്ങൾ, കണ്ടുപിടിക്കപ്പെടാത്ത രോഗങ്ങൾ, വൈദ്യശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന മാരകമായ രോഗങ്ങൾ കൊണ്ട് ഇന്ന് ജനങ്ങൾ ആശുപത്രി പടിവാതിൽക്കൽ തിങ്ങിക്കൂടുകയാണെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് യാഥാർത്ഥ്യമാവുകയല്ലേ? എന്തേ ഈ രോഗം അധികരിക്കാൻ കാരണം? എന്തേ ഈ രോഗം വ്യാപിക്കാൻ കാരണം? ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗി ഇല്ലാത്ത കുടുംബമുണ്ടോ? ഒരു കുടുംബത്തിൽ ഒരു കിഡ്നി പേഷ്യന്റ് ഇല്ലാത്ത കുടുംബമുണ്ടോ? ഒരു കുടുംബത്തിൽ വാൽവിന്റെ തകരാറില്ലാത്ത കുടുംബമുണ്ടോ? കരളിന്റെ രോഗമില്ലാത്ത കുടുംബമുണ്ടോ? എത്ര പൈസകളാണ് ആശുപത്രികളിലേക്ക് നമ്മൾ വാരിയെറിയുന്നത്. പക്ഷേ മനസമാധാനമില്ല, മനസന്തോഷമില്ല, വല്ലാത്ത ദുഃഖത്തിലും പ്രയാസത്തിലുമാണ്. ഈ രോഗങ്ങളൊന്നും മുൻ കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർക്കോ അമ്പിയ മുർസലീങ്ങൾക്കോ ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിലാണ് ഈ അതിഭയങ്കരമായ രോഗങ്ങൾ നമ്മളെ പിടികൂടുന്നതെങ്കിൽ എന്തേ അതിന്റെ കാരണം? ഇല്ല ഫസാ ലം തദ്ഹരിൽ ഫാഹിഷാ. തമ്മാടിത്തരങ്ങൾ അധികരിക്കുന്നതിന്റെ പേരിലാണ്, തമ്മാടിത്തരങ്ങൾ അധികരിക്കുന്നതിന്റെ പേരിലാണ്, അഹങ്കാരങ്ങളും അക്രമങ്ങളും അധർമ്മങ്ങളും അധികരിക്കുന്നതിന്റെ പേരിലാണ്, വ്യഭിചാരം അധികരിക്കുന്നതിന്റെ പേരിലാണ്, മദ്യപാനം അധികരിക്കുന്നതിന്റെ പേരിലാണ്, കഞ്ചാവ് അധികരിക്കുന്നതിന്റെ പേരിലാണ്, സിനിമയുടെ പിന്നാലെ, കളിയുടെ പിന്നാലെ അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് മനുഷ്യന്റെ ഓട്ടം, മനുഷ്യന്റെ പാച്ചിൽ, ഇത് കാരണമായി കണ്ടുപിടിക്കപ്പെടാത്ത രോഗങ്ങൾ കൊണ്ട് അല്ലാഹു നമ്മെ പരീക്ഷിക്കും. അത് എന്റെ സമുദായത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കളെ നോക്കിക്കൊണ്ടാ പറഞ്ഞത്. അത് എനിക്കും നിങ്ങൾക്കും വന്നുകൂടായികയില്ല. അത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരേ ഒരു വഴി എല്ലാവിധ അശ്ലീലങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. അല്ലാതെ കണ്ട് യാതൊരു രക്ഷയില്ല. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്, ഹദീസാണ്. ചെറുപ്പക്കാർക്ക് പനി പിടിച്ചിട്ട് ആശുപത്രിയിൽ പോകും, തലവേദന ടെസ്റ്റ് ചെയ്യാൻ പറയും, നേരെ RCCയിലേക്ക് പറഞ്ഞോളൂ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മാരകമായ രോഗങ്ങൾ അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. കണ്ടുപിടിക്കപ്പെടാത്ത രോഗങ്ങൾ, കണ്ടുപിടിക്കപ്പെടാത്ത രോഗങ്ങൾ, അശ്ലീലം വ്യാപിക്കുക, അശ്ലീലം വ്യാപിക്കുക. കുടുംബങ്ങൾ വ്യഭിചാരം അധികരിക്കുന്നു, സിന അധികരിക്കുന്നു. വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഗുഹ്യഭാഗങ്ങൾ കൊണ്ട് ചെയ്യുന്ന മാത്രം കർമ്മത്തിനല്ല. കൈ കൊണ്ട് ചെയ്യുന്നു, കണ്ണുകൊണ്ട് ചെയ്യുന്നു, കാതുകൊണ്ട് ചെയ്യുന്നു, നാവ് കൊണ്ട് ചെയ്യുന്നു, ചുണ്ടുകൊണ്ട് ചെയ്യുന്നു, ഹൃദയം കൊണ്ട് ചെയ്യുന്നു. ഒക്കെ വ്യഭിചാരാണ്, വ്യഭിചാരാണ്. ഇതൊക്കെ നമ്മൾ ആ മറ്റേ സാധനത്തിനകത്ത് കുത്തി ഇരുന്ന് മറ്റുള്ളവരുമായിട്ട് വ്യഭിചരിക്കലാണ്. ഈ വ്യഭിചാരത്തിന്റെ പേരാണ് ഓൺലൈൻ വ്യഭിചാരം. ഓൺലൈൻ വ്യഭിചാരം. ഇങ്ങനെ ഒരു വ്യഭിചാരം ഉണ്ടോ കുറച്ചോനാ? പിന്നെ അതിന്റെ വിചാരമാണല്ലോ, ഇവിടെ ഇട്ട് കുത്തുക, അവൾ ഇങ്ങോട്ടും കുത്തുക. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊണ്ട്, വിരലുകൾ കൊണ്ട്, ഈ വിരലുകൾ കൊണ്ട് ചെയ്യുന്ന ഈ മെസ്സേജ് അതൊരു വ്യഭിചാരമാണ്. എന്നിട്ട് വോയിസ് മെസ്സേജിലൂടെ ദോശ ഇടുക, ഞാനത്ര ദോശ ഇട്ട് കൊടുക്കാണ്, അവർക്ക് ഇട്ട് കൊടുക്കാണ്. ചുണ്ടുകൊണ്ടുള്ള വ്യഭിചാരമായി. സംസാരിക്കാൻ മണിക്കൂറുകളാണോ? പറയടാ പറയടാ. പിന്നെ പിന്നെ നാവ് കൊണ്ടുള്ള വ്യഭിചാരം. കേൾക്ക, ഇയർഫോൺ കുത്തി വെച്ചിട്ട് ഉറക്കൊന്നുമില്ല. പാപ്പ അത്താടന്ന് വിളിക്ക, സുധീറേ സുധീറേ. എവിടെ കേൾക്കാൻ? അത്ത കാറ് കുത്തി വെച്ചേക്കില്ല. എങ്ങോട്ട് ഏത് സുധീർ? അത്ത സക്രാത്തിന്റെ ഹാല് വിളിക്കുക, ഒരു ഗ്ലാസ് വെള്ളത്താണ്, ഞാൻ മരിക്കാൻ പോകണ. സുധീറേ സുധീറേ. സുധീർ സുശീലയായിട്ടിരുന്ന് ലൈനില്ല, ഇപ്പൊ ബിസിയാ, പരിധിക്ക് പുറത്താ. ഉപ്പ പോയിക്ക് നമുക്ക് മത്സരം കാണാം. നമുക്ക് ആഗ്രഹത്തിൽ വെച്ച് കാണാം. അപ്പൊ വയ്ക്കോ സുധീരെ വിളി. പാവം അവസാനം ഒരു ഗ്ലാസ് വെള്ളങ്ങളും കുടിച്ച് എത്താക്കി മരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയോ? ഇല്ല. ഇവിടെ ആയിരുന്നു, ഓൺലൈൻ ചെണ്ണാത്തായിരുന്നു അല്ലെ. ഇവിടെ ഇത് കാതിന്റെ ചെവിയുടെ വിചാരമാണ്. ഇയർഫോൺ കുത്തി വെച്ചിട്ട് കേട്ടോണ്ടിരിക്കുക. നല്ല രസാ, കേൾക്കാൻ വേണ്ടി നല്ല രസാ. കേട്ട് ഇങ്ങനെ അത് വിചാരമായി. കണ്ടുകൊണ്ടിരിക്കുകയാണ്. IMOയിലൂടെ IMO എടുത്തൂടെ എനിക്ക്, ഞാൻ അങ്ങോട്ട് റീചാർജ് ചെയ്ത് തരാം. അങ്ങോട്ട് അതിനടുത്തൊരു കുത്ത, അവള് തൊള്ള തുറന്നു വയ്ക്കും, ഇവനും തൊള്ള തുറന്നു വയ്ക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ സുന്ദര നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം.
എടാ നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ,